Hello everyone. അപ്പോൾ നിങ്ങൾ ഈ ട്രിഗ്നോമെട്രി ചാപ്റ്റർ ഒക്കെ പഠിച്ചു കാണും അല്ലേ? അപ്പോൾ ട്രിഗ്നോമെട്രിയിൽ ഒരുപാട് ഐഡന്റിറ്റീസും ഇക്വേഷൻസും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പ്രോബ്ലംസ് ചെയ്യണമെങ്കിൽ ഇതെല്ലാം നമ്മൾ മെമ്മറൈസ് ചെയ്ത് വെച്ചേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ ഇതിൽ പ്രോബ്ലംസ് നമുക്ക് ഈസി ആയിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് നോക്കാം. ഒരു അടിപൊളി ട്രിക്കാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan 15 degree into tan 30 degree into tan 45 degree into tan 60 degree into tan 75 degree എന്നാണ്. അതേപോലെ രണ്ടാമത്തെ ഒരു ചോദ്യം ഇവിടെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ വാല്യൂ ഓഫ് tan 3 theta then തന്നിരിക്കുന്നത് എന്താണ് tan 5 theta into tan 4 theta equal to 1 എന്ന് തന്നിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ ഈസി ആയിട്ട് എഴുതുകയാണ്. 1 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഇതെങ്ങനെ കിട്ടി? അതേപോലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഞാൻ 1/√3 എന്നും ഒന്നും നോക്കാതെ കണ്ണും പൂട്ടി എഴുതിയിരിക്കുകയാണ്. ഇതെങ്ങനെ കിട്ടി എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് നമ്മളൊരു ഷോർട്ട് കട്ട് ട്രിക്ക് പഠിക്കണം. അത് പഠിച്ചിട്ട് നമുക്ക് നേരെ ഈ ക്വസ്റ്റിലേക്ക് തിരിച്ചു വരാം. ഇതാണ് നമ്മുടെ ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. രണ്ട് ആംഗിളിൻ്റെ സമ്മ് θ1 + θ2 എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, അതായത് θ1ഉം θ2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ടാനും കോട്ടും വെച്ച് നമുക്കൊരു ട്രിക്കാണ് പറയുന്നത്. tan θ1 into tan θ2 equal to 1 ആയിരിക്കും. അതേപോലെ തന്നെ cot θ1 into cot θ2 എന്തായിരിക്കും? അതും 1 ആയിരിക്കും. ഇതാണ് നമ്മുടെ ട്രിക്ക്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് നേരെ പ്രീവിയസ് ക്വസ്റ്റിലേക്ക് ഒന്ന് പോയാലോ. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യന്. ഇവിടെ നിങ്ങൾ നോക്കിക്കേ. tan 15 ഡിഗ്രി, tan 15 ഡിഗ്രിയുടെ കൂടെ ഏത് ആംഗിൾ ആഡ് ചെയ്താൽ നമുക്ക് 90 ഡിഗ്രി അവിടെ കിട്ടുമെന്ന് നോക്കണം. tan 15 ഡിഗ്രിയിലെ tan 75 ഡിഗ്രി, അപ്പം 15 + 75 ഡിഗ്രി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 90 ഡിഗ്രി കിട്ടും അല്ലേ? അപ്പം ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത് ഞാൻ വരച്ച് കാണിക്കാം. tan 15 ഡിഗ്രിയും tan 75 ഡിഗ്രിയും കൂടെ നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ട്രിക്ക് പ്രകാരം ഇതെന്തായി മാറും? 1 ആകും. ക്ലിയർ ആണല്ലോ? അതേപോലെ തന്നെ tan 30 ഡിഗ്രി ഉണ്ട്, ദെൻ tan 60 ഡിഗ്രിയും. 30 + 60 എത്രയാണ്? 90 ഡിഗ്രിയാണ്. സോ ദ ആൻസർ ഈസ് 1. ദെൻ നമുക്കറിയാം ഇവിടെ tan 45 ഡിഗ്രി ഉണ്ട്. tan 45 ഡിഗ്രിയുടെ വാല്യൂ നമുക്കറിയാം 1 ആണ് അല്ലേ? അപ്പോൾ tan 45 ഡിഗ്രിയുടെ വാല്യൂ 1 ആണ്. അപ്പം 1 × 1 × 1 ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. നമുക്ക് എന്ത് കിട്ടുന്നത്? 1 എന്ന് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ അത്? ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? tan 5 theta into tan 4 theta നമുക്ക് 1 എന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം tan θ1 into tan θ2 ആണെങ്കിൽ θ1ഉം θ2 എന്താണ്? 90 ഡിഗ്രി നമുക്ക് എഴുതാൻ പറ്റും. ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ 5 theta + 4 theta നമുക്ക് എന്താണ്? ദിസ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി നമുക്ക് എഴുതാം അല്ലേ? അപ്പോൾ 5 + 4 എത്രയാണ്? 9 theta വരും. 9 theta 90 ഡിഗ്രി ആണെങ്കിൽ നമുക്കറിയാം θ = 10 ഡിഗ്രി നമുക്ക് കിട്ടും. ക്ലിയർ അല്ലേ? ഇതിൽ എന്താ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? tan 3 theta ആണ്. tan 3 theta എന്ന് പറയുമ്പോൾ tan 3 × θ ഇവിടെ 10 ഡിഗ്രിയാണ്. സോ tan 30 ഡിഗ്രിയാണ് നമുക്ക് കിട്ടുന്നത്. നമുക്കറിയാം tan 30 ഡിഗ്രിയുടെ വാല്യൂ കൃത്യമായിട്ട് 1/√3 ആണ്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇതിൻ്റെ ആൻസർ കണ്ടുപിടിച്ചത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതേ ട്രിക്ക് ഉപയോഗിച്ച് ഈ രണ്ട് ക്വസ്റ്റ്യൻ കൂടെ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിൽക്കുന്നത്. cot 11 theta into cot 7 theta നമുക്ക് 1 എന്ന് തന്നിട്ടുണ്ട്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് 9 theta ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് അല്ലേ? അപ്പോൾ നമുക്കറിയാം നമ്മുടെ cot θ1 into cot θ2 1 എന്നുള്ള ട്രിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം അതങ്ങനെ എഴുതണം എന്നുണ്ടെങ്കിൽ θ1ഉം θ2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 90 ഡിഗ്രി കിട്ടണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈസി ആയിട്ട് എഴുതാം. 11 theta + 7 theta equal to നമുക്ക് 90 ഡിഗ്രി എന്ന് എഴുതാം. സോ 11 theta + 7 theta നമുക്കറിയാം 18 theta ആണ്. ദിസ് ഈസ് ഈക്വൽ ടു നമുക്ക് 90 എന്ന് കിട്ടും. ഫ്രം ഹിയർ വി ക്യാൻ റൈറ്റ് θ = 90/18 എത്ര കിട്ടും? 5 ഡിഗ്രി എന്നാണ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ θ 5 ഡിഗ്രി കിട്ടിയാൽ tan 9 theta നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, tan 9 × 5 ദാറ്റ് ഈസ് tan 45 ഡിഗ്രിയാണ് നമുക്ക് വരുന്നത്. tan 45 ഡിഗ്രി എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 1 ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരുന്നു? 1 തന്നെ വന്നിരിക്കുന്നു. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. tan a + b into tan a - b 1 തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു പ്രോപ്പർട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം? രണ്ട് ആംഗിൾസും ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി ആയിരിക്കണം അല്ലേ? അപ്പോൾ നമുക്ക് ആഡ് ചെയ്യാം. a + b + a - b ഈ ആംഗിൾ എത്രയാണ്? 90 ഡിഗ്രി വരണം. ഇവിടെ നമുക്കറിയാം +bയും -bയും ക്യാൻസൽ ആയി പോകും. ദെൻ a + a എത്ര കിട്ടും? 2a ആണ് കിട്ടുന്നത്. സോ 2a = 90 ഡിഗ്രി വരും. ഫ്രം ഹിയർ എയുടെ വാല്യൂ നമുക്ക് 45 ഡിഗ്രി എന്ന് കിട്ടും. ക്ലിയർ ആണല്ലോ? ദെൻ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? tan 2a/3 ആണ്, അല്ലെങ്കിൽ tan 2/3 × a ആണ്. സോ ദ വാല്യൂ ഈസ് tan
2 ഇൻറ്റു എയുടെ വാല്യൂ എത്രയാണ് 45/3 ആണ്. സോ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 15 കിട്ടും. 15 ഇൻറ്റു 2 30 വരും. സോ ദ ഫൈനൽ ആൻസർ ഈസ് tan 30 ഡിഗ്രി ഈക്വൽ ടു 1/√3 എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇനി ഇതിൽ നിന്ന് ഒരു ട്രിക്കും കൂടെ നമുക്ക് പഠിക്കാം. ഇവിടെ നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ചോദിച്ചിരിക്കുന്നത് എന്താണ്, tan 90 ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് tan മാത്രമല്ല, നമുക്ക് സൈൻ കണ്ടുപിടിക്കാം, കോസ് കണ്ടുപിടിക്കാം, ഏത് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും അല്ലെങ്കിൽ ഏത് ട്രിഗ്നോമെട്രിക് റേഷ്യോസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം എന്താ ഈ ക്വസ്റ്റിൽ നിങ്ങളോട് sin 6θ ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തേനേയും, sin 6θയുടെ വാല്യൂ പറഞ്ഞാൽ തീറ്റയുടെ വാല്യൂ നമുക്ക് ഇവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. എത്രയാണ് 5 ഡിഗ്രി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് sin 6θ എങ്ങനെ കണ്ടുപിടിക്കാം? യെസ്, sin 6 ഇൻറ്റു 5. സോ sin 30 ഡിഗ്രി, sin 30 ഡിഗ്രിയുടെ വാല്യൂ നമുക്കറിയാം 1/2. ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. അപ്പം ഈ ഒരു ട്രിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാ പ്രോബ്ലത്തിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ട്രിക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.